സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹിന്ദിയിലെ എന്തൊക്കെ ടോപ്പിക്ക് പഠിച്ചു പോയാലാണ് നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം 4 പാഠഭാഗങ്ങളാണ് ഫസ്റ്റ് ടൈം എക്സാമിന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകേണ്ടത്. അതിലൊന്ന് ഒന്നാമത്തെ ഒരു കഥ പഠിച്ചിട്ടുണ്ട്, പ്രഭാത് എഴുതിയ ബീർ ബഹുടി എന്ന് പറയുന്ന കഥ. രണ്ടാമത്തേത് നരേഷ് സക്സേനയുടെ ഒരു ടിപ്പണിയുണ്ട്, ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ എന്ന് പറയുന്ന പാഠഭാഗം. അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന ഒരു കവിത പഠിച്ചിട്ടുണ്ട്. നാലാമതായി അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന മിഹിർ പാണ്ഡെയുടെ ഒരു ഫിൽമി ലേഖുണ്ട്. ഇത്രയും 4 പാഠം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിൽ നിന്ന് എന്തെല്ലാം തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, എന്തൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗ്രാമർ പാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്നും നമുക്ക് പറയാം. ആദ്യമേ തന്നെ ഒന്നാമത്തെ പാഠഭാഗമായ ബീർ ബഹുടി എന്ന പാഠഭാഗത്തിൽ 1 വേർഡ് ടൈപ്പുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കി വെക്കണം. കഥാപാത്രങ്ങൾ ആരാണെന്നും അവർ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് അതിന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും തരാറുണ്ട്. പാഠപുസ്തകത്തിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കണം. അതുപോലെ തന്നെ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മിക്കവാറും ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ നിന്ന് ആൻസർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കിയാൽ പലപ്പോഴും അതിൻ്റെ ഉത്തരങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്നത് ഈ പാഠം ഒരു കഥയാണ്. ആ 2 കുട്ടികളുടെയും സൗഹൃദത്തെക്കുറിച്ച്, ദോസ്തിയെക്കുറിച്ച് ടിപ്പണി ഒന്ന് നോക്കി വെക്കണം. അതുപോലെ തന്നെ ബേലയെക്കുറിച്ച് സെപ്പറേറ്റ്, ബേലയുടെ ക്യാരക്ടർ സ്കെച്ച്, ചരിത്രപർ ടിപ്പണി എന്ന് പറയും. സാഹിലാണെങ്കിൽ സാഹിലിനെ കുറിച്ച്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മാസ്റ്റർ ഉണ്ട്, സുരേന്ദർജി മാഡ് സാബ്, അദ്ദേഹത്തെക്കുറിച്ചുമുള്ള ഒരു കുറിപ്പ്. ഇവരെ 3 പേരെയും കുറിച്ച് നിങ്ങൾ ഈ പാഠഭാഗത്തിൽ കുറിപ്പിൻ്റെ രൂപത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്, നോക്കി വെക്കണം. പിന്നെ വരാനുള്ളത് കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ബാത്ചീത്ത് എന്ന പേരിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അത് പല സമയത്തേതും ചോദിക്കും. ഏതാണോ പാരഗ്രാഫ് തന്നിട്ടുള്ളത് ആ സമയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബാത്ചീത്താണ് നിങ്ങൾ എഴുതേണ്ടി വരിക. ബേലയും സാഹിലും വയലിൽ നിന്ന് ബീർ ബഹുടിയെ തിരയുമ്പോഴുള്ള കോൺവെർസേഷൻ, അതുപോലെ അവർ പേനയിൽ മഷി നിറയ്ക്കാൻ പോകുമ്പോഴുള്ള അവരുടെ കോൺവെർസേഷൻ. അപ്പോൾ അവിടെ ഒരു കഥാപാത്രം കൂടി വരും, നമ്മുടെ ദുക്കാൻദാർ, കടക്കാരനും തമ്മിലുള്ള കോൺവെർസേഷൻ. അതുപോലെ ഇവരുടെ റിസൾട്ട് വന്ന ദിവസം ഈ സാഹിലിൻ്റെയും ബേലയുടെയും സംഭാഷണം. അതുപോലെ തന്നെ അന്ന് വീട്ടിലെത്തിച്ചേർന്നപ്പോൾ ബേലയുടെയോ സാഹിലോ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ. അങ്ങനെ ബാത്ചീത്ത് നിങ്ങൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ വരാനുള്ളത് ഡയറിയാണ്. ഇതുപോലെ തന്നെ സാഹിലിൻ്റെ ഡയറി, ബേലയുടെ ഡയറി. അതോ സമയം ഏതാണെന്ന്, ഏത് ഭാഗത്തിൻ്റേതാണെന്ന് നോക്കിയിട്ട് എഴുതണം. ചിലപ്പോൾ ബീർ ബഹുടിയെ തിരയുന്ന ഭാഗത്തിൻ്റേതാവാം, അല്ലെങ്കിൽ കടയിൽ മഷി നിറയ്ക്കാൻ പോയതിൻ്റേതാവാം, അതല്ലെങ്കിൽ റിസൾട്ട് വന്ന ദിവസത്തിൻ്റേതാവാം, അതല്ല എങ്കിൽ സുരേന്ദർജി മാഡ് സാബിൻ്റെ ആ ക്രൂരമായ പെരുമാറ്റത്തിൻ്റെ അന്നാവാം. അപ്പം അങ്ങനെയുള്ള ഏതാണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വേണം എഴുതാൻ. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഒരു ഡയറി എന്ന ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫസ്റ്റ് ലാസ്റ്റൊക്കെ എങ്ങനെ എഴുതണം എന്നുള്ളൊരു മോഡൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഡയറിക്കൊരു ഫോർമാറ്റ് ഉണ്ട്, അത് ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഭാഗത്തിൻ്റെ പാരഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇന്നത്തെ ദിവസം എങ്ങനെയുള്ളതായിരുന്നു, നല്ല ദിവസമായിരുന്നു, ഇന്നത്തെ ദിവസം ഞാൻ ഇനി ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൻ്റെ മോഡൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ കണ്ടൻറ്റും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യനാണ് പട്കഥ. എന്താണ് പട്കഥ? സ്ക്രിപ്റ്റ് തയ്യാറാക്കുക, അല്ലേ? ഒരു പാരഗ്രാഫ് തരും, അതിനെ ബേസ് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അതിന് നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. സീൻ ഏക്ക്, സ്ഥാന്, സമയ, പാത്ര, ദൃശ്യവിവരൺ, സംവാദ്, ഇതൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ കോൺവെർസേഷനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൃശ്യത്തെ വിവരിച്ചുകൊണ്ട് അവരുടെ വയസ്സും വേഷവിധാനവും ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു സ്ക്രിപ്റ്റിൻ്റെ മോഡലിലേക്ക് തയ്യാറാക്കുക. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ഉണ്ടാകും. അത് നന്നായിട്ട് അതിൻ്റെ ഒരു മോഡൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ നോക്കേണ്ടത് ഈ 1ാമത്തെ ചാപ്റ്ററിൽ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ചാണ്. എന്താണ് ക്യാരക്ടർ സ്കെച്ച്? സ്വഭാവ സവിശേഷതകൾ. മാഡ് സാബ് സുരേന്ദർജിയുടേത് നോക്കണം, സാഹിലിൻ്റേത് നോക്കണം, ബേലയുടേത് നോക്കണം. ഓക്കെ. പിന്നെ വരുന്നതാണ്
കുറിപ്പ് അല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ദോസ്തി, സൗഹൃദത്തെക്കുറിച്ചൊരു കുറിപ്പും കൂടി പഠിച്ചു വെക്കുന്നത് നന്നാകും. ഇനി അതല്ല, ഒരു പോസ്റ്റർ കൂടി നമുക്ക് ഈ പാഠഭാഗത്തെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബീർ ബഹുടി എന്ന കഥ നാടകമായി സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡേറ്റും ദിവസമൊക്കെ വെച്ചുകൊണ്ട് നാടകത്തിന് ഒരു പേരൊക്കെ കൊടുത്ത് ബീർ ബഹുടി എന്നൊക്കെ കൊടുത്തുകൊണ്ട് എഴുതുക. ഇനി നിങ്ങൾ പോസ്റ്ററിനകത്ത് സങ്കോഷ്ടി എന്ന വേർഡ് കണ്ടു കഴിഞ്ഞാൽ, സങ്കോഷ്ടി എന്ന് പറഞ്ഞാൽ സെമിനാർ എന്നാണ്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ദിവസവും ഡേറ്റൊക്കെ ഇട്ടിട്ട് സെമിനാർ സംഘടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിൽ നിന്നും ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് കാ കെ കീയുടെ നിയമമാണ്. അപ്പോൾ വളരെ ട്രിക്കിയിലൂടെ നമുക്ക് കാ കെ കീയുടെ നിയമം പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളിതിന് മുമ്പ് കുറേ മുമ്പ് കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ആ നിയമം ഇതിൽ നോക്കുക. പിന്നെ വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിശേഷണ ശബ്ദമാണ്. വിശേഷണ ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പദങ്ങളെയും നമ്മൾ വിശേഷിപ്പിക്കുന്ന പദമാണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻ തരും. എന്നിട്ട് 4 ഓപ്ഷൻസിൽ ഏതാണ് വിശേഷണ ശബ്ദം എന്നാണ് ചോദിക്കുക. അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ അറിയണം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ പേരോ ഒരു സ്ഥലത്തിൻ്റെ പേരോ ഒരു സാധനത്തിൻ്റെ പേരോ ഒരിക്കലും എന്തല്ല, വിശേഷണ ശബ്ദമല്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നല്ല മനുഷ്യൻ, അവിടെ വിശേഷണ ശബ്ദമായിട്ട് പറയുന്നത് ഏതാ? മനുഷ്യൻ ആണോ നല്ലത് എന്നാണോ? അവിടെ മനുഷ്യൻ എന്നതിനെ വിശേഷിപ്പിച്ച പദം നല്ലത് എന്നാണ്. അപ്പം നല്ല എന്നതാണ് അവിടുത്തെ വിശേഷണ പദം. അച്ചാ ദോസ്ത്, അച്ചാ ദോസ്ത് എന്നതിലെ വിശേഷണ പദം അപ്പോൾ ഏതായിരിക്കും? അച്ച എന്നുള്ള വാക്ക് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളാണ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാകും, അതിൽ നിന്ന് കണ്ടുപിടിക്കണം. അതും 1 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സർവനാമം. സർവനാമത്തിൻ്റെ 2 ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്ന് പ്ലസ് ഇട്ടിട്ട് സർവനാമവും വിഭക്തി പ്രത്യയവും ആഡ് ചെയ്ത് ശരിയായ ജോഡി ഏതെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അതല്ല എങ്കിൽ ഒരു വാക്ക് തന്നിട്ട് അതിലെ സർവനാമം ഏത്, എക്സാമ്പിളായിട്ട് മേര എന്ന വാക്ക് തന്നിട്ട് അതിലടങ്ങിയ സർവനാമം ഏതെന്ന് ചോദിച്ചാൽ മെയിം ആണെന്ന് നമുക്കറിയണം. അതുപോലെ മെയിനായി ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഉസ്ക, ഉസ്കെ, ഉൻക, ഉൻകി എന്ന് പറയുന്ന ഉസ്, ഉന്ന്, ഇസ്, ഇന്ന്. അതുപോലെ മുജെ, മുജെ പറയുമ്പോൾ മെയിം പ്ലസ് കോ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അതിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിക്കോളാം. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഗ്രാമർ പാർട്ടിൽ ഈ 1ാം പാഠഭാഗത്തിൽ നിന്ന് നോക്കേണ്ടതുണ്ട്. ഇനി പറയാനുള്ളത് പത്രമാണ്. എന്താണ് പത്ര? ലെറ്ററാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ സാഹിലിൻ്റെ ലെറ്റർ, സാഹിൽ കൂട്ടുകാരന് എഴുതുന്ന ലെറ്റർ, ബേല വാട്സാപ്പിൻ്റെ ക്രൂരമായ പെരുമാറ്റത്തിൻ്റെ അന്ന് കൂട്ടുകാരിക്ക് എഴുതുന്ന കത്ത്. പലപ്പോഴും സുഹൃത്തിന്, കൂട്ടുകാരിക്ക് സഹേലി എന്ന വാക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. ബേല തൻ്റെ സഹേലിക്ക് ഒരു കത്ത് എഴുതുന്ന രീതിയിൽ നിങ്ങളോട് എഴുതാൻ പറയും. ഇനി അതല്ല, ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സാഹിൽ അജ്മീറിൽ പഠിക്കാൻ പോകുന്നു, അവിടെ നിന്നും ബേലയ്ക്ക് എഴുതുന്ന ലെറ്റർ. ആ രീതിയിലൊക്കെ ലെറ്റർ, പത്ര എന്ന ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതണം. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഈ പത്ര, അതുപോലെ പട്കഥ, ഡയറി, ബാത്ചീത്ത് ഇവയൊക്കെ വരുമ്പോൾ ഇതിലൊരു ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അഥവാ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഈ അഥവാ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരിക്കും. അതിലൊന്ന്, കാരണം ഒന്ന് മാച്ച് ദി ഫോളോയിങ് ആവാം, അല്ല എങ്കിൽ ശരിയായ 4 ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞു ഒരു 6ഓളം സെൻറ്റൻസുകൾ തരും. അപ്പം നിങ്ങൾക്ക് ഈ വലിയ മാർക്കിൻ്റെ ഒരുപാട് പാരഗ്രാഫ് എഴുതുന്നതിനേക്കാൾ എളുപ്പം അതാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളത് ചൂസ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം. മാച്ച് ദി ഫോളോയിങ്: സഹി മിലാങ്കരെ, സഹി ഉത്തർ, 4 സഹി ഉത്തർ ചുൻകർ ലിഖെ, ശരിയായ 4 ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അത് നോക്കിക്കോളുക. നെക്സ്റ്റ് 2nd ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ ഹതാശാസ ഏക വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പാഠഭാഗം ടിപ്പണി എഴുതിയത് നരേഷ് സക്സേനയാണ്, എന്നാൽ കവിത എഴുതിയത് വിനോദ് കുമാർ ശുക്ലാണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ ആ കവിതാ വരികൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആശയം എഴുതാൻ നമ്മൾ പഠിക്കണം. ഒരു പക്ഷേ അങ്ങനെ ചോദിക്കാറില്ല, എന്നിരുന്നാലും ഒന്ന് നോക്കിക്കോളുക. അവിടെ നിന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഒരു വ്യക്തിയെ നാം എങ്ങനെ അറിയണമെന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജാനിന അല്ലേ? ഒരു വ്യക്തിയുടെ പേര്, വയസ്സ്, അഡ്രസ്സ് ഇതൊന്നും അല്ല നമ്മൾ പഠിക്കേണ്ടത്, അവരുടെ ഹതാശ, നിരാശ. അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ അതാണ്, ഒരു വ്യക്തിയെ നാം തിരിച്ചറിയേണ്ട രീതി. നമ്മുടെ കാഴ്ചപ്പാടും യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്നുള്ളതും പഠിക്കണം. നമ്മുടെ കാഴ്ചപ്പാടാണ് ഏത്? രൂഢീഗ്രസ്ത് ആധാർ ക്യാഹേ എന്ന് ചോദിച്ചാൽ നാമ്, പദ, ഉമ്ര അങ്ങനെയുള്ളത് എഴുതുക. എന്നാൽ അസലി ആധാർ, യഥാർത്ഥത്തിൽ നമ്മൾ വ്യക്തിയെ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? അവരുടെ ഹതാശ, നിരാശ, അസഹായത, അതൊക്കെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് പഠിച്ചു വെച്ചേക്കുക.
അതിൽ നിന്ന് വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ തവണ കവിതയിൽ ഉപയോഗിച്ച വാക്ക് ജാനന നഹീം ജാനന എന്നുള്ള വാക്കാണെന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെച്ചേക്കുക. അത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ മൂന്നാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് നമ്മുടെ കവിതയാണ്. ടൂട്ടാ പഹിയ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് കവിതാ വരികളുടെ ആശയം ചോദിക്കും. ഏതെങ്കിലും 4-5 വരി തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ പറയും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മൊത്തത്തിലുള്ള ആസ്വാദന ടിപ്പണി എഴുതുന്നതിന് പകരം കവിയെ സൂചിപ്പിക്കണം. കവി എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 5 വരിയിൽ എന്ന് ആദ്യം എഴുതി കൊടുത്തോണം. കവിയെ സൂചിപ്പിച്ചതിന് ശേഷം സുന്ദരമായ കവിതയാണെന്നും ധർമ്മവീർ ഭാരതിയാണ് ഈ കവിത എഴുതിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ട് ഈ വരികളിൽ എന്ത് പറയുന്നു എന്ന് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആസ്വാദന ടിപ്പണിയിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ശേഷം മൂന്നാമത്തെ പാരഗ്രാഫൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആസ്വാദന ടിപ്പണിയൊക്കെ പഠിച്ചതിലെ പോയിന്റുകൾ, മെയിൻ പോയിന്റുകളൊക്കെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കവിതാ വരികളുടെ ആശയം. നിർബന്ധമായിട്ടും നിങ്ങൾ ടൂട്ടാ പഹിയ പാഠത്തിൽ നിന്നും അത് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അതിൻ്റെ വരികളൊക്കെ തന്നിട്ട് മാച്ച് ദി ഫോളോയിങ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കും. അതിൽ പ്രതീകങ്ങൾ ചോദിക്കാറുണ്ട്. അഭിമന്യു എന്തിൻ്റെ പ്രതീകമാണ്, ടൂട്ടാ പഹിയ എന്തിൻ്റെ പ്രതീകമാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അത് നോക്കി വെക്കണം. അതുപോലെ സമാനാർത്ഥ ശബ്ദ്, സെയിം അർത്ഥം വരുന്ന വാക്ക് കണ്ടുപിടിക്കാൻ പറയും. പലപ്പോഴായി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ലോഹാലേന. എന്താണ് ലോഹാലേന? സാംന കർണ, യുദ്ധ കർണ, ലഡായി കർണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ ചുനൗത്തി, ലലക്കാർ, സഹസ, അജാനക്, ചൂട്ട്, അസത്യ, ഇങ്ങനെയുള്ള വാക്കുകൾ ആ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ എഴുതുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോവുക. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കുക. അതുപോലെ ആശയം തരും. ചിലപ്പോൾ ഏതെങ്കിലും 2 വരിയുടെ ആശയം തന്നിട്ട് വരി കണ്ടുപിടിക്കാൻ പറയും. അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? നിമ്നലിഖിത് ആശയവാലെ പങ്ക്തിയാം ചുൻകർ ലിഖിത്. താഴെ തന്നിരിക്കുന്ന ആശയം വരുന്ന വരി കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ആ ആശയത്തിലുള്ള വാക്കുകൾ വരുന്ന ഭാഗം എവിടെയാണെന്ന് നോക്കിയിട്ട് ആ വരി എടുത്ത് എഴുതി വെച്ചാൽ അതിന് ആൻസർ ശരിയാകും. അത് 2 മാർക്കിനാണ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പം 3-ാം പാഠത്തിൽ നിന്ന് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് 4th ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അയാം കലാം കെ ബഹാനയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. വൺ വേർഡ് ടൈപ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. അത് പഠിച്ചു വെക്കുക. ഇനി അവിടെ മിഹിറിനെ കുറിച്ച് ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം, മോർപാലിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ കലാം എന്ന ചോട്ടു എന്ന കലാമിനെ കുറിച്ച് പഠിക്കണം. രൺവിജയ് എന്ന രാജകുമാരനെ കുറിച്ച് സെപ്പറേറ്റ് ടിപ്പണി എഴുതാൻ പാകത്തിന് നോക്കി വെക്കണം. അതുപോലെ തന്നെ കലാമിൻ്റെയും രൺവിജയിൻ്റെയും കോൺവെർസേഷൻ ബാത്ചീത്ത് നോക്കി വെക്കണം. അതുപോലെ തന്നെ മിഹിറിൻ്റെയും മോർപാലിൻ്റെയും പല ടൈമിലുള്ള കോൺവെർസേഷൻ, അവർ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൈമാറ്റം ചെയ്യുമ്പോഴുള്ള അവരുടെ കോൺവെർസേഷൻ. അതുപോലെ അതിൽ നിന്നൊരു പട്കഥയും നമുക്ക് പ്രതീക്ഷിച്ചേക്കാം. ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് കോൺവെർസേഷൻ വരുന്ന ഭാഗത്ത് നിന്നും പട്കഥയുടെ രൂപത്തിലും ചോദിച്ചേക്കാം. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യനാണ് ലെറ്റർ ആർക്ക് എഴുതുന്നത്? നമ്മുടെ കൊച്ചു കലാം APJ അബ്ദുൽ കലാമിന് എഴുതുന്ന ഒരു കത്ത് ഒരു പക്ഷേ ചോദിച്ചേക്കാം. അപ്പം ഇവൻ്റെ സ്വപ്നങ്ങളും ഇവൻ്റെ ആശകളും അഭിലാഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കലാംജിക്ക് നമ്മുടെ കൊച്ചു കലാം എഴുതുന്ന ഒരു കത്ത് ഒരു പക്ഷേ നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പം അങ്ങനെയുള്ളതും ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പം ലെറ്ററിനൊരു ഫോർമാറ്റൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ നിന്നും നമുക്ക് സമാനാർത്ഥി അല്ലെങ്കിൽ സെയിം അർത്ഥം വരുന്ന വാക്ക് കണ്ടുപിടിക്കാനൊക്കെ പറയും. ഭാഞ്ചെങ്കിൽ ജാന അല്ലേ, വാഹ്വാഹി കർണ, ഭാഞ്ചെങ്കിൽ ജാന പ്രസന്ന ഹോന, അത്യധിക ഖുഷി ഹോന എന്നൊക്കെ അർത്ഥം വരും. അതുപോലെ തന്നെ അതിൽ മറ്റൊരു വാക്കാണ് വാഹ്വാഹി കർണ, പ്രശംസിക്കുക എന്നുള്ള വാക്ക്. അതുപോലെ തന്നെ ടിപ്പണി നമ്മൾ പറഞ്ഞു. ഇനി ബാത്ചീത്ത് നമ്മൾ പറഞ്ഞു, ടിപ്പണി പറഞ്ഞു. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം, വൺ വേർഡ് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഇനി അതുപോലെ വാക്യ പിരമിഡ് വരും. നമുക്കറിയാം 2 വാക്യങ്ങൾ തരും, 3-4 വാക്യം നിങ്ങൾ എഴുതണം. ഓപ്ഷൻസും ഉണ്ടാകും. ഓപ്ഷൻസ് ചേർത്ത് സെൻറ്റൻസ് വലുതാക്കി എഴുതുക. വളരെ സിമ്പിളാണ്. 2 മാർക്കിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ വലിയ മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമ്മളോട് ചോയ്സ് ക്വസ്റ്റ്യൻ അഥവാ ക്വസ്റ്റ്യനിലാണ് ഏതെങ്കിലും ഒന്ന് എഴുതുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമ്പർ ഇട്ടിട്ട് നിങ്ങൾ എഴുതി പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 4 പാഠഭാഗത്തിൽ നിന്നും വളരെയധികം ശ്രദ്ധിക്കുക. പത്ര, ഡയറി, അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ് റപ്പട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ടാണ്. ന്യൂസ് റിപ്പോർട്ട് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത് നമ്മുടെ സബ്സെ ബഡാ ഷോമാൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ചാർലിയുടെ പിന്നെ സ്റ്റേജ് ഷോയെക്കുറിച്ചൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇവിടെയും പ്രതീക്ഷിക്കണം 4-ാം പാഠഭാഗത്തിൽ നിന്ന് നമ്മുടെ രൺവിജയ് സ്കൂളിൽ പ്രസംഗിക്കുന്നുണ്ട്, അവന് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നുണ്ട്. ആ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ഒരു റപ്പട്ട് സമാചാർ തയ്യാറാക്കാൻ പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടാണ്.
അത് എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവണം. അതിന് ഒരു ഹെഡിങ് നിർബന്ധമാണ്, അതുപോലെ ഒരു സ്ഥലപ്പേര് നിർബന്ധമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഗ്രാമർ ക്വസ്റ്റ്യനിലെ കാക്കേക്കിയുടെ നിയമം, സർവനാമം, വിശേഷണ ശബ്ദ, പിന്നെ ടെൻസുകളിൽ വരുന്ന ഏതെങ്കിലും സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ മാതൃകയ്ക്ക് അനുസരിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ടതായിട്ട് വരും. ഒരു മാതൃക അവർ കാണിക്കും, അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നമ്മൾ മാറ്റി എഴുതേണ്ടതായി വരും. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ, മാച്ച് ദി ഫോളോയിങ്, കവിതയുടെ ആശയം, പത്ര, ഡയറി, ടിപ്പണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും നോക്കുക. സഹി വാക്യ കോൺസാഹി, ശരിയായ വാക്യം ഏത്, ശരിയായ സെൻറ്റൻസ് ഏത് എന്നുള്ള രീതിയിലൊക്കെ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ A+ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചുകൊണ്ട് നാളെ എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.